ഇന്ത്യയിലെ മെഡിക്കൽ സയൻസ് രംഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുന്ന ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയാണ് NBEMS എന്ന് പറയുന്നത്. NBEMS നടത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമിനേഷൻസ് ആണ്, ഒന്ന് നീറ്റ് UGയും പിന്നെ വേറൊന്ന് FMG എന്ന് പറയുന്ന പരീക്ഷയും. നീറ്റ് UG ഇന്ത്യയിലും വിദേശത്തുമുള്ള MBBSന് വേണ്ടി അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ് എങ്കിൽ FMG എന്ന് പറയുന്നത് വിദേശത്ത് പോയിട്ട് MBBS പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ലൈസൻസിങ് എക്സാമിനേഷൻസ് ആണ്. ഈ ഒരു രണ്ട് എക്സാമിനേഷൻസിനു വേണ്ടി വിദ്യാർത്ഥികൾ ഇന്ന് എല്ലുമുറിയ പണിയെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീറ്റ് UGക്ക് വേണ്ടി 4, 5, 6 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 തവണ ഒക്കെ FMG എഴുതിയിട്ട് പാസ്സാവാത്ത വിദ്യാർത്ഥികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് ഇതിന് സംഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 2021 1,10,000 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് നീറ്റിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ 2025 എത്തി നിൽക്കുമ്പോൾ അത് ഏകദേശം 1,21,000 മുകളിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു 5 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 2024 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നീറ്റിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1,36,000 മേൽ വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തേക്കുന്നത്, അപ്പിയർ ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 4,000-നും 5,000-നും ഇടയ്ക്ക് MBBS സീറ്റുകൾ ഉള്ളപ്പോഴാണ് ഇത്രയേറെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തേക്കുന്നത്, നീറ്റിന് വേണ്ടി അപ്പിയർ ചെയ്തേക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഏകദേശം ഒരു 60% വിദ്യാർത്ഥികൾ ഒന്നിലധികം വർഷങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും ആണ്. സോ ഇത് എന്താണ്, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ നീറ്റിന്റെ ഡേറ്റയാണ് എങ്കിൽ ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്തു, MBBS കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ കേസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് കഴിഞ്ഞ 2024 കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഏകദേശം 70,000 പുറത്ത് വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്തേക്കുന്നത്, FMG എന്ന് പറയുന്ന പരീക്ഷ എഴുതിയിട്ടുള്ളത്. സോ 2024 ഓൾ ഇന്ത്യ പെർസെന്റേജ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ പെർസെന്റേജ് ഓൾമോസ്റ്റ് 25% മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, FMG എന്ന് പറയുന്ന പരീക്ഷ വിദ്യാർത്ഥികൾ പാസ്സായിട്ടുള്ളത്. അതായത് ഏകദേശം 70,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ ഏകദേശം 25,000-ഓളം വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്തേക്കുന്നത്, FMG എന്ന് പറയുന്ന പരീക്ഷ പാസ്സായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ആദ്യം തന്നെ പറഞ്ഞത് ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് 79,000 വിദ്യാർത്ഥികൾ എക്സാം എഴുതിയപ്പോൾ ഏകദേശം 20,000 വിദ്യാർത്ഥികളാണ് പാസ്സായിട്ടുള്ളത്. അതായത് 25.8% വിദ്യാർത്ഥികൾക്കാണ് എന്തുണ്ടായത്, വിജയം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്, നീറ്റ് റിപ്പീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അത് കൂടാണ്ട് ഈ FMG എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നീറ്റ് റിപ്പീറ്റിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഘടനകളും കറണ്ടിൽ നടത്തിയിരിക്കുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏകദേശം 60% മേലുള്ള വിദ്യാർത്ഥികളും എന്താണ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വലിയ രീതിയിൽ തന്നെ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇതിൽ തന്നെ 30%-ഓളം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ്, ചെറിയ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളിൽ തന്നെ ഓൾറെഡി പെട്ടുപോയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി 2 അല്ലെങ്കിൽ 3 വർഷങ്ങളിൽ കൂടുതലൊക്കെ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഓൾറെഡി അവരെന്താണ്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ അതിൽ ഏകദേശം ഒരു 20%-ഓളം വിദ്യാർത്ഥികൾ ഉണ്ട് എന്നെന്താണ്, വളരെ വലിയ പഠനങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ സംഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീറ്റ് ആദ്യത്തെ തവണ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു 150 മാർക്കാണ് ഉള്ളതെങ്കിൽ പോലും ഇവിടെയുള്ള കോച്ചിങ് സെന്ററുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾക്ക് 600 അല്ലെങ്കിൽ 650 മാർക്ക് കിട്ടുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ, ആ കുട്ടിയുടെ ക്യാപ്പബിലിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള അഭിരുചി പോലും നോക്കാണ്ട് എന്ത് ചെയ്യും, മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് വളരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയും റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് തള്ളിവിടുകയും ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഇയർ ആ കുട്ടി എഴുതുന്ന സമയത്ത് മേ ബി ഒരു 300 മാർക്ക് വരെ എത്തിയിട്ടുണ്ടാവാം. വീണ്ടും എന്ത് ചെയ്യുക, ഇതേ പ്രൊസീജിയർ തന്നെ വിദ്യാർത്ഥികളോട് പറയും, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് 300 കിട്ടിയില്ല, അടുത്ത തവണ നിങ്ങൾക്ക് 400 കിട്ടും, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താ സെൽഫ് ഫിനാൻസ് ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു റിപ്പീറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ 4ഉം 5ഉം തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അഡ്മിഷൻ കിട്ടാണ്ട് വീണ്ടും എന്താണ്, സെയിം പൊസിഷനിലോട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഇതേ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 100-150 മാർക്ക് മേടിച്ച വിദ്യാർത്ഥി സെക്കൻഡ് അറ്റംപ്റ്റിൽ മേ ബി ഗവൺമെന്റ് കോളേജുകളിൽ കയറിയ ചരിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കാം.
അപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ മറ്റാരുടെയും സമ്മർദ്ദം കൂടാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ മേ ബി നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 100-150 മാർക്ക് മേടിച്ച ആളാണെങ്കിൽ പോലും സെക്കൻഡ് അറ്റംപ്റ്റിൽ മേ ബി നിങ്ങൾ ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ 300 മാർക്ക് മേടിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് 50% ട്യൂഷൻ ഫീസിൽ നിങ്ങളെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും കോച്ചിങ് സെന്ററായി വിളിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വീഴാണ്ടിരിക്കുക. നിങ്ങൾക്ക് പ്രോപ്പർലി അഭിരുചി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക. FMGയെ സംബന്ധിച്ചിട്ട് വളരെ വലിയ തരത്തിലുള്ള കൺഫ്യൂഷനുകൾ ഇന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പത്രമാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FMGക്ക് 10 മുതൽ 15% അല്ലെങ്കിൽ 5%, 10% ഒക്കെ റിസൾട്ട് ഉള്ളൂ എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പല പത്രമാധ്യമങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. സോ 2024 ഈ പറയുന്ന FMGന്റെ പരീക്ഷ നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBMES ആണ് എന്ത് ചെയ്തേക്കുന്നത്, FMGന്റെ പരീക്ഷ നടത്തിയിരിക്കുന്നത്. അത് നീറ്റിന്റെ എക്സാമിനേഷൻ നടത്തിയിരിക്കുന്നത് അതേ ബോഡി തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, NBMESന്റെ പരീക്ഷ നടത്തിയിരിക്കുന്നത്. സോ 2024 ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് 25.80% എന്ത് മൊത്തത്തിൽ വന്നേക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. സോ ഇതില് ഞാൻ ഈ ഒരു PDF വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും ഏറ്റവും ഉയർന്ന റിസൾട്ട് നേടിയിരിക്കുന്ന കോളേജുകളും അത് കൂടാണ്ട് നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 50% ഒക്കെ റിസൾട്ട് നേടിയിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 15 അല്ലെങ്കിൽ 0% ഒക്കെ മേടിച്ച കോളേജുകളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സോ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റികൾ, അതായത് 50 to 60%, 70% ഒക്കെ റിസൾട്ട് മേടിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല കോളേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ മേ ബി ഒരു കൺട്രി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മേ ബി 1-2 കോളേജുകൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ റഷ്യൻ ഫെഡറേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 60-70 കോളേജുകൾ റഷ്യയിൽ ഉള്ളതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് ഉള്ള, അതായത് ഒരു 50% മേലിൽ റിസൾട്ട് ഉള്ള 1-2 കോളേജുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഇന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലുള്ള കോളേജാണ്. അപ്പൊ നിങ്ങൾ ജോർജിയ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. ജോർജിയയിലും ഏകദേശം 3-4 കോളേജുകൾക്ക് മാത്രമാണ് എന്തുള്ളത്, ഒരു 60% മേലിലൊക്കെ റിസൾട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 50 to 60% മേലിൽ റിസൾട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, കറന്റ്ലി നമുക്ക് ആവശ്യമായ എല്ലാ ഡേറ്റാബേസും, നമുക്ക് ആവശ്യമായ എല്ലാ ഡേറ്റയും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് ആ കൺട്രിയിലുള്ള മികച്ചൊരു മെഡിക്കൽ കോളേജ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ ജോർജിയയാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജോർജിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ ഏറ്റവും മികച്ച FMG റിസൾട്ട് നേടിയിരിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പൊ ഇതിനകത്ത് 63, 55, 60 ഒക്കെ ശതമാനം റിസൾട്ട് നേടിയിരിക്കുന്ന കോളേജുകൾ എന്തുണ്ട്, നമുക്ക് ജോർജിയയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലോ കസാക്കിസ്ഥാനിലോ തജിക്കിസ്ഥാനിലോ മൊൾഡോവയിലോ ഇനി റഷ്യയിലോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് നിങ്ങൾ MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിലും അവിടെയുള്ള FMG റിസൾട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട്, ചേച്ചി അവിടെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് 4-5 തവണ വിദ്യാർത്ഥികൾ എഴുതുമെന്ന് പറഞ്ഞാൽ അതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും, 5, 6, 10 തവണ ചിലപ്പോൾ എഴുതിയാൽ പോലും നിങ്ങൾ FMG പാസ്സാവാനായിട്ട് പോകുന്നില്ല. കാര്യം നമുക്ക് എന്താണ് ഇങ്ങോട്ട് ഡെലിവർ ആവുന്നത് അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ ഇപ്പൊ NBMEന്റെ സൈറ്റിലോട്ട് പോയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, ഗൂഗിളിൽ പോയതിനു ശേഷം നിങ്ങൾ NBMEന്റെ സൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം FMG റിസൾട്ട് 2024 എന്ന് കൺട്രി വൈസ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റിസൾട്ടിന്റെ PDF ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഒരു റിസൾട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, FMGE റിസൾട്ട് 2024 കൺട്രി വൈസ്. സോ ഈ ഒരു PDF നിങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കൺട്രിയിലും ഓരോ കോളേജുകളിലും എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ 0% ഉള്ള കോളേജുകളുണ്ട്. ഓക്കെ, 33% കോളേജുകളുണ്ട്. ഓക്കെ, 10% ഉള്ളവരുണ്ട്, 5% ഉള്ളവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ട്, 60%, 64%, 70%, 80% ഒക്കെയുള്ള കോളേജുകളും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചോദ്യം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ 0% റിസൾട്ടും അല്ലെങ്കിൽ 5% റിസൾട്ടും 10% റിസൾട്ടൊക്കെ തരുന്ന കോളേജുകളാണ് എങ്കിൽ
നിങ്ങൾ തിരിച്ചിവിടെ വന്നിട്ട് 10 തവണ എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾ പാസ്സാവില്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജസ്, മികച്ച കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്നതിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നതേ ഇല്ല. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ കേരളത്തിൽ MBBS അഡ്മിറ്റ് ആവുന്ന സ്റ്റുഡൻസിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു പാസ് ഔട്ട് റേഷ്യോ, അതായത് ഒരു സെമസ്റ്റർ പോലും ബാക്ക് ആവാണ്ട് ഔട്ട്പുട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിലോ 70% വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ത് ഒരു സെമ്മ് പോലും ബാക്ക് ആവാണ്ട് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ അതേ കേസ് നമ്മൾ 60 അല്ലെങ്കിൽ 70% മേളിൽ FMG റിസൾട്ട് ഉള്ള കോളേജുകളിൽ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്നത് പോലെയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിന് രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പോവേണ്ട ജോർജിയ എന്ന് പറഞ്ഞ രാജ്യമാണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ജോർജിയയിലുള്ള ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു നല്ല മികച്ച നിലവാരമുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് മിനിമം 40 to 45 lakhs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോർജിയയിൽ തന്നെ പോകണം, പക്ഷെ അവിടെയുള്ള ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു 30 മുതൽ 35 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജിൽ പോകണമെന്നതായിരിക്കും ആവശ്യം. അവിടെയാണ് പ്രശ്നം വരുന്നത്, മനസ്സിലായി? അങ്ങനെയുള്ള കോളേജുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവത്തില്ല, മനസ്സിലായോ? നമ്മുടെ ഇവിടുത്തെ നഴ്സിംഗ് കോളേജുകൾ പോലെ ആയിരിക്കും അവിടെ റൺ ചെയ്യുന്നത്. ഇതേ സെയിം കേസ് ഒരു സ്റ്റുഡന്റിന് റഷ്യയിൽ തന്നെ പോകണം. റഷ്യയെ സംബന്ധിച്ചിട്ട് മിനിമം ബഡ്ജറ്റ് ഒരു 30 to 35 lakhs ആകും. പക്ഷേ റഷ്യയിൽ തന്നെ പോകണം, 20 lakhs പഠിക്കുകയും വേണം. അപ്പൊ ഈ ബഡ്ജറ്റിന് മേ ബി നല്ലൊരു കോളേജ് ആ വിദ്യാർത്ഥി ചിലപ്പോൾ കിർഗിസ്ഥാനിൽ ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ തജിക്കിസ്ഥാനിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ടാവും, മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നിടത്താണ് മേ ബി വിദ്യാർത്ഥികൾക്ക് നല്ല കോളേജുകൾ ചൂസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, FMG റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നതേ ഇല്ല. ഓക്കെ, അപ്പോൾ NBME നടത്തുന്ന ഈ ഒരു 2 എക്സാമുകൾ ഒരു കോയിന്റെ 2 സൈഡാണെന്ന് തന്നെ പറയേണ്ടി വരും. കറന്റ്ലി വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് 90% വിദ്യാർത്ഥികളും പേടിക്കുന്നത് FMG എന്ന് പറയുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് മാത്രമാണ് പല വിദ്യാർത്ഥികളും 4-5 തവണയൊക്കെ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്യുക, NBMന്റെ സൈറ്റിൽ പോവുക, അത് കഴിഞ്ഞ ശേഷം ഈ റിസൾട്ട് എടുത്ത് വെച്ചൊന്ന് പഠിക്കുക. അതിനുശേഷം മിനിമം 50% മേലിൽ റിസൾട്ടുള്ള മികച്ച കോളേജുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, MBBS പഠിക്കാനായിട്ട് സാധിക്കും. ഇനി റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളോട് എഗെയിൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണെങ്കിൽ ഒരു പ്രോബ്ലമും ഇല്ല. ഇല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടതിന് ശേഷം 200 മാർക്ക് എനിക്ക് ഇപ്പം കിട്ടി, അതുകൊണ്ട് എൻ്റെ സാറ് പറഞ്ഞു എനിക്ക് അടുത്ത തവണ 500 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ അടുത്ത തവണ 600 മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ കാശും നിങ്ങളുടെ ഇയറും ആയിരിക്കും ലൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റിന്റെ റിപ്പീറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്ത് നല്ല കോളേജസ് കണ്ടെത്തുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.